മാർക്കോ അതിർവരമ്പുകൾ തകർത്താണ് മുന്നോട്ടു പോകുന്നത്. മഞ്ഞമ്മൽ ബോയ്സും പ്രേമലുവുമൊക്കെ കഴിഞ്ഞ വർഷം മറുഭാഷാ പ്രേക്ഷകരെ തിയേറ്ററുകളിലേക്ക് എത്തിച്ച ചിത്രങ്ങളായിരുന്നു. അതിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ആളിപ്പടരുകയാണ് അന്യഭാഷാ പ്രേക്ഷകർക്കിടയിൽ മാർക്കോ. ഹിന്ദി പതിപ്പിന് ഉത്തരേന്ത്യയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ഇപ്പോഴിതാ ഇന്നിറങ്ങിയ തെലുങ്ക് പതിപ്പിനും വലിയ രീതിയിലുള്ള തിയേറ്റർ റെസ്പോൺസാണ് ലഭിക്കുന്നത്. ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോയുടെ തെലുങ്കിലുള്ള ആദ്യ പ്രതികരണങ്ങളും പുറത്തെത്തിയിട്ടുണ്ട്. 300 തിയേറ്ററുകളിലാണ് തെലുങ്ക് പതിപ്പ് ഇന്ന് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കയറ്റിറക്കം ബുക്ക് മൈ ഷോയിൽ ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ 2025 പിറന്നതോടെ വീണ്ടും കാര്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ചിത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു. തെലുങ്ക് പതിപ്പിന്റെ റിലീസ് തന്നെയാണ് പ്രധാന കാരണം. ഹൈദരാബാദ്, സെക്കന്ദരാബാദ്, ഗച്ചിബൌളി, അമീർപെട്ട്, കുകട്പള്ളി, നിസാംപെട്ട് എന്നിവിടങ്ങളിലെല്ലാം ചിത്രത്തിന് ആദ്യ ദിനം തന്നെ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നുണ്ട് എന്നത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ വ്യക്തമാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, ചെന്നൈയിൽ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന തെലുങ്ക് പതിപ്പിന് പോലും ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾ ലഭിക്കുന്നു എന്നതാണ് കൗതുകകരവും അത്ഭുതകരവും. ആദ്യ ദിനം തെലുങ്ക് പതിപ്പ് കണ്ട പ്രേക്ഷകരിൽ നിന്ന് മികച്ച അഭിപ്രായങ്ങളാണ് ലഭിക്കുന്നത്. കളക്ഷനിൽ ഇത് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോടെ എത്തിയ ചിത്രം ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വയലൻസ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. മലയാളം, ഹിന്ദി പതിപ്പുകളുടെ റിലീസ് 2024 ഡിസംബർ 20 ഏതായാലും പുതുവത്സരത്തിലെ ആദ്യ ആഴ്ചയിൽ തന്നെ പടം 100 കോടി അടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മോളിവുഡ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.